ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നു പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നുവിൽ ന്യൂ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഓൺലൈൻ മോഡും അതേപോലെ ഒ ഡി എൽ മോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഒ ഡി എൽ ആയിട്ടും ഒ എൽ ആയിട്ടും ഒരുപാട് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, യു ജി, പി ജി കോഴ്സസ് നമ്മൾ ഇഗ്നുവിൽ അവൈലബിൾ ആണ്. അപ്പം ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാം. അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ത്രൂ ഔട്ട് നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ രണ്ട് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുമ്പം ഒ ഡി എൽ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിങ്ങും ഒ എൽ എന്ന് പറയുന്നത് ഓൺലൈൻ പ്രോഗ്രാമും റെഗുലർ പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പം രണ്ട് നമുക്ക് എന്താണ് ഫ്ലെക്സിബിളാണ്. എന്നാൽ ഓൺലൈനെക്കാട്ടിലും ഓൺലൈൻ ഡിസ്റ്റൻ്റ് ആണ് ഒന്നും കൂടി ഫ്ലെക്സിബിളായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നു ആണെങ്കിലും രണ്ടും അഡ്മിഷൻ എടുക്കുന്ന സൈറ്റ് വേറെ വേറെയാണ്. ഇഗ്നുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ രണ്ടിനും സെപ്പറേറ്റ് സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് ഫിസിക്കലി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. എന്നാൽ ഓൺലൈനിലോട്ട് വരുമ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമുക്ക് എന്തായിരിക്കും, ഓൺലൈനായിട്ട് തന്നെയുള്ള സ്റ്റഡി മെറ്റീരിയലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഈഗന്യോഷ് എന്നുള്ള ആപ്പ് രണ്ടിനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ റെഗുലർ കോളേജിൽ പോയിട്ട് പഠിക്കുന്നത് പോലെ രണ്ടിനും എന്തില്ല, അറ്റൻഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിങ്ങിലോട്ട് വരുമ്പം നമുക്ക് ഫിസിക്കലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഓൺലൈനിലോട്ട് വരുമ്പം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സൊക്കെ അതിൽ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ അസൈൻമെൻറ്റ് സബ്മിഷൻ, നമ്മൾ ഡിസ്റ്റൻറ്റ് ലേണിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഒ ഡി എൽ പ്രോഗ്രാമിലോട്ട് വരുമ്പം 3 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കലി പോയിട്ട് ചെയ്യാം, പോസ്റ്റൽ വഴി ചെയ്യാം. ഓൺലൈൻ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ നമുക്കത് ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ലാംഗ്വേജും മീഡിയം അങ്ങനത്തെ എല്ലാം സെയിം തന്നെയാണ് രണ്ടിൽ വരുമ്പോഴും. ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഇതാ നമ്മൾ ഇഗ്നുവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഒ ഡി എൽ പ്രോഗ്രാമും ഓൺലൈൻ പ്രോഗ്രാമിനും സെപ്പറേറ്റ് കാണാൻ പറ്റും. അതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഒ ഡി എല്ലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. രണ്ടിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. നമ്മൾ എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് സെയിം രീതിയിൽ തന്നെയാണ്. ഇതിനകത്ത് ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് അറിയാൻ മേലെ പ്രോഗ്രാം ഇൻഫർമേഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഏത് കോഴ്സാണെങ്കിൽ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യാനും സാധിക്കും. പിന്നെ രണ്ടിൻ്റെയും അഡ്മിഷൻ സൈക്കിൾ എന്ന് പറയുന്നതും ജാനുവരി, ജൂലൈ എന്നുള്ളതിൽ തന്നെയാണ് വരുന്നത്. എക്സാം ആണെങ്കിലും ഡിസംബർ, ജൂൺ സെക്ഷനിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമിലോട്ട് പോയി പ്രോഗ്രാം ഇൻഫർമേഷൻ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ സെർച്ചിൽ പോയാൽ സെർച്ച് ഓപ്ഷനും ഉണ്ട്. നമുക്ക് സെയിം കോഴ്സ് രണ്ടിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഇത് ഓൺലൈനാണ്. ഇതിൽ നമുക്ക് BCom FOL എന്നുള്ള എടുക്കാം. ഓൺലൈനാണെങ്കിൽ ലാസ്റ്റ് OL എന്നുണ്ടാവും. ഡിഗ്രി 3 years ആണ്. പിന്നെ ഫീ വരുന്നത് 5,000 തന്നെയാണ്. പിന്നെ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ടാവും. 3 റീജിയണൽ സെൻറ്റേഴ്സാണ് നമുക്ക് കേരളത്തിലുള്ളത്: ട്രിവാൻഡ്രം, കൊച്ചിൻ, വടകര. അതിൻ്റെ കീഴിലായിട്ട് പല കോളേജുകളുണ്ടാവും. അവിടെയാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ഡിസ്റ്റൻറ്റ് ലേണിങ്ങിൽ ഓൺലൈനാണെങ്കിൽ ഓൺലൈനിൽ തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതേ കോഴ്സ് ഓൺലൈൻ ഡിസ്റ്റൻറ്റ് ലേണിങ്ങിലും കൂടി നോക്കാം. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം BCom F എന്നുള്ളത്. സെയിം 3 years തന്നെയാണ്. മീഡിയം ഇംഗ്ലീഷ്, ഹിന്ദി. ഫീ വരുന്നത് 5,000. ചില കോഴ്സിന് മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, അല്ലാതെ ഫീയിൽ വലിയ മാറ്റമൊന്നും വരില്ല. ഇതിന് താഴെ ഏതൊക്കെ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കോഴ്സും കൂടി നോക്കി നോക്കാം. നമുക്ക് MCom നോക്കി നോക്കാം. രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. 2 years തന്നെയാണ്. ഫീ വരുന്നത് 10,200 ആണ് ഇതിനകത്ത് വരുന്ന ഫീ. താഴെ നമുക്ക് റീജിയണൽ ആൻഡ് സ്റ്റഡി സെൻറ്റർ കാണുന്നുണ്ട്.
ഇനി നമുക്ക് ഇത് ഓൺലൈൻ ODLലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓൺലൈനിൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഗ്രാം ഇൻഫർമേഷനിൽ പോയിട്ട് MCOM സെർച്ച് ചെയ്ത് നോക്കാം. MCOM ഓയിൽ കണ്ട ഓൺലൈൻ ആണെങ്കിൽ ലാസ്റ്റ് ഓയിൽ എന്നുണ്ടാവും. ഇതിനകത്തും 10,200 തന്നെയാണ്. ഫീ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഓൺലൈൻ ലേണിങ്ങിൽ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസ് ടോട്ടൽ 47 ആണ് ഉള്ളത്. അത് നമുക്ക് ODLലോട്ട് വരുമ്പം ഒന്നും കൂടി വൈഡ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. ഓൺലൈനിൽ ഇപ്പം കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ മാസ്റ്റേഴ്സിൽ ടോട്ടൽ 13, ബാച്ചിലേഴ്സിൽ ടോട്ടൽ 7, അതേപോലെ ഡിപ്ലോമ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 13, ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15. ഇങ്ങനെയാണ് ഓൺലൈനിൽ വരുമ്പം കോഴ്സുകൾ വരുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള, അത് ഓൺലൈൻ കോഴ്സ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്മിഷൻ എടുക്കാനുള്ള പേജാണ്. അപ്പോൾ അവിടെ നമുക്ക് നാഷണൽ സ്റ്റുഡൻസ് ഇൻ്റർനാഷണലൊക്കെ ഉണ്ട്. ഇനി എങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം. അപ്പം നിങ്ങൾക്കിപ്പം ഇതിന് ഡിഫറൻസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ IGNOU കോണ്ടൻസിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.